വെള്ളത്തിലല്ലേ ഒരു വഴി പോലീസ് ബ്ലോക്ക് ചെയ്തില്ല, തുറന്നു വിട്ടിരിക്കുകയാണ്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 17-ാം വാർഡ് എള്ളുകാലയിലാണ്. ഇവിടെ മൗണ്ട് താബോർ ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ അകത്ത് മുഴുവൻ കഴിഞ്ഞ ദിവസം എല്ലാം വെള്ളമായിരുന്നു. അവരെനിക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് തന്നാണ്. അത് നമുക്കിപ്പോൾ പുതുപ്പള്ളിയിലെ MLA ആ സ്ഥലം സന്ദർശിക്കുകയാണ്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇവിടം തൊട്ട് അതിഭയങ്കരമായ വെള്ളമായിരുന്നു. ഇതാണ് താബോർ ചർച്ചിൻ്റെ മുൻവശം. ഇവിടെ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ സാങ്കവർക്കി KB ഗിരീഷിനെ, അതുപോലെ ഈ വാർഡിലെ മെമ്പർ രാജി മോള്, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇറക്കില്ലേ? കുറഞ്ഞില്ല, കുറഞ്ഞു കുറഞ്ഞു. ഈ പക്ഷികളുണ്ടല്ലോ, മുകളിലോട്ട് സഭയ്ക്കകത്ത് മണല്ലേ? തെന്നുന്നുണ്ടല്ലേ? ആണല്ലേ? എല്ലാ പ്രശ്നം വരാൻ പോകുന്നത് ഈ ക്ലീനിങ്ങാണ്. ഈ 18 ക്ലീനിങ്ങിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എന്താണോ ഭയങ്കര പിന്നെ കൂട്ടിക്കളൊന്നും ആ കൂട്ടിക്കലിന്റെ അല്ല അന്നത്തെ ഒരു മണ്ണിടിച്ചൽ ഇത് കാല് മൊത്തം മുഴുവൻ അല്ലാതെ ചെറുപ്പിട അതിനെ വേണ്ടി പോകുമ്പോഴാണ് വാഴുങ്കൽ. വെള്ളം ഒഴുകാനൊരു സൗകര്യമില്ല. നമുക്ക് അവിടെ ഒരു കലിങ്ക് നമ്മുടെ ബൈപ്പാസിനോട് കലിങ്കുണ്ട്. പക്ഷേ കലിങ്ങിനകത്ത് അവിടെ മുഴുവൻ ബ്ലോക്ക് ആയിട്ടിരിക്കും. വീട് അവിടെ ഇത് വെള്ളം ഒഴുകാനായിട്ട് ഉള്ള സൗകര്യം ഉണ്ടെങ്കിൽ വെള്ളം റോഡിൽ കൂടെ അന്നൊക്കെ ഒരു 15 ദിവസം കഴിഞ്ഞാൽ വെള്ളം പോകുള്ളൂ. ഇപ്പോൾ 2 മഴ കഴിയുമ്പോൾ വെള്ളം പോകും. കാര്യം ഞാൻ ഒരു 5 മീറ്റർ ഓളിത്തിൽ വെള്ളം ഒഴുകാനുള്ള ഏരിയ ഉണ്ടെങ്കിൽ ഇപ്പോൾ 1.5 മീറ്റർ ഉള്ളൂ. ആ 3.5 മീറ്ററിൽ ചെറിയ കാര്യം തുടങ്ങുക.
ഈ തോടുകളെല്ലാം എല്ലാ ആറുകളും എല്ലാം അപ്പം വെള്ളം ഒഴുകി ബ്ലോക്കായി ഒഴുകി ഇറങ്ങി പോകുന്നില്ല. ആറുകളും തോടുകളുടെ നവീകരണം എക്കല് മാറ്റണം. നവീകരണം നമ്മള് വേനക്ക് ഈ പറഞ്ഞ പഞ്ചായത്ത് ഈ കലിങ്ങിന്റെ അടി ക്ലീൻ ചെയ്താലേ ഉള്ള നടപടി. ആറുകളും തോടുകളും നവീകരണം അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പുതുപ്പള്ളിപ്പള്ളിൽ അവിടെ തന്നെ 5-6 കലിങ്ങുണ്ട്. ഇത് മുഴുവൻ വേനക്ക് ചെയ്താലേ വെള്ളം മുങ്ങുന്നതൊക്കെ നമുക്ക് ചെയ്യണം. നേരത്തെ ചെയ്യണം. ഇനി എത്ര സ്ഥലത്ത് ഇവിടെ നമുക്ക് വെള്ളം കയറി അവിടെയായിരുന്നു ആദ്യം അവിടെ ഇപ്പൊ ഇറങ്ങി ക്യാമ്പിൽ ആൾക്കാരൊന്ന് പോവാം. ഒരു എല്ലായിടത്തും ഇറങ്ങിയില്ലേ? ഇറങ്ങി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോ ഈ മേഖലയിലൊക്കെ കുറച്ച് ഇപ്പൊ ഇറങ്ങി വരുന്ന വെള്ളത്തിന്റെ ഇരിക്കുന്നത് നമ്മുടെ പള്ളിയുടെ അപ്പുറം ആ ഭാഗത്ത് ഏത് പള്ളി? പള്ളിയുടെ അങ്ങോട്ട് വരുന്ന ആ ഭാഗം. ഏത് നമ്മുടെ തൃക്കോവത്ത്? അല്ല, പുതുപ്പള്ളി പള്ളിയുടെ നമ്മുടെ കൊട്ടാരത്തിൽ ഈ വഴി അതാ കൊട്ടാരക്കടവ് വഴി. അവിടെ ഇപ്പോഴും വെള്ളമുണ്ട് അല്ലേ? പിന്നെ എരവനല്ലൂർ അവിടെ ഒരു ക്യാമ്പ് പക്ഷെ അവിടെ എൻ്റെ അടുത്ത് ഒരു 27 കലുങ്കുണ്ടെന്ന് ഞാൻ അവിടുത്തെ ഒരു നാട്ടുകാരനോട് പറഞ്ഞു. 9 കലുങ്കുണ്ടെന്ന് പറഞ്ഞു. ആ കലുങ്ക് വൃത്തിയാക്കിയാൽ ഈ വെള്ളം ഒഴുകി പോകാനുള്ള അങ്ങോട്ട് പോകുന്ന വഴിയുണ്ട്. അവിടെ ഒരു ഖബറല്ലേ? ഖബറിന്റെ മുകളിൽ വെള്ളമാണ് ഒന്നല്ലേ? എൻ്റെ ഈ തൊട്ടുപുറകെ കാണുന്ന ഇതൊരു സ്റ്റേജാണ്. ഇവിടെയാണ് ആരാധന നടന്നുകൊണ്ടിരുന്നത്. അതിഭയങ്കരമായ വെള്ളമായിരുന്നു. ഇവിടെ ഈ വെള്ളം കെട്ടി നിൽക്കുകയാണ്, ഒഴുകിപ്പോകാൻ സൗകര്യമില്ല. അതുപോലെ ഇവിടെ ഖബറൊക്കെ ഉണ്ട്. ആ ഖബറെല്ലാം മൊത്തം മുങ്ങിപ്പോയിരിക്കുകയാണ്. അവിടെ അല്ലേ? അവിടെ കിളികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതെല്ലാം ആണല്ലേ? അവിടെ അല്ലേ? എല്ലാവരും ഇങ്ങോട്ട് മാറ്റിയല്ലേ? കൈതേപ്പാലത്ത് ബെഡൊന്നും ഇല്ലേ ക്യാമ്പില്? പോവാറ് അവിടെ അവിടെ കുറച്ച് കട്ടിലുണ്ടായിരുന്നു. കട്ടിലെടുത്ത് അവിടെ കൊടുത്തു. അത്യാവശ്യം ബെഡില്ലായിരുന്നു. 4 പേരുണ്ടായിരുന്നു ഇന്നലെ. 4 പേരുണ്ടായിരുന്നു. അല്ല, അവര് പോയി. സുഹൃത്തിന്റെ കാര്യം 2 കെട്ടിലങ്ങോട്ട് കിടപ്പുള്ളൂ. അതുപോലെ നമുക്ക് അടിയന്തരമായി ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളിലാണ് ചെയ്യണം. ഇതെല്ലാം ഇറങ്ങി കഴിയുമ്പോൾ ഇത് ക്ലീനിങ് വലിയ പ്രോസസ്സാണ്. നമുക്ക് എങ്ങനെ അതൊന്ന് പ്ലാൻ ചെയ്യണ്ടേ? ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ തയ്യാറാണ് അതിന്. എങ്ങനെ അതിന്റെ ഒരു
ബാക്കിയുള്ളതൊന്നും പഞ്ചായത്തും കൂടെ ആയിട്ട് ആലോചിച്ച് നമുക്കൊരു മീറ്റിംഗ് വിളിക്കണ്ടേ? ജില്ല നമ്മുടെ അസംബ്ലി മൊത്തം ഒന്ന് വിളിക്കേണ്ടി വരും. നമുക്കൊരു ടീം ഉണ്ടാക്കണം ഇതിന് ചെയ്യാൻ പറ്റും. അവർക്ക് അതിന്റെ മെഷറും കാര്യങ്ങളും ഞാനൊരു മീറ്റിംഗ് വിളിക്കാം ആദ്യം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതെ പാസ്സൊക്കെ എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? ഞാനെനിക്ക് പുറകെ സ്ഥലമുണ്ട്. ആ തോടുന്ന് എക്കര വന്ന് പൊങ്ങി നിൽക്കുക. പിന്നെ അശാസ്ത്രീയമായിട്ടൊന്നൊരു ബൈപ്പാസ്സാവുള്ളൂ. ഒറ്റ കലുങ്കേ ഉള്ളൂ, വേറെ കലുങ്ക ഇവിടെ ഇല്ല. ഇവിടുന്ന് പോകുന്ന എക്കൽ പോയി അവിടെ അടിഞ്ഞിട്ട് വെള്ളം പോകുന്നില്ല, പുറകോട്ട് തള്ളുക. അതൊന്ന്. എല്ലായിടത്തും ഇതാ പ്രശ്നം. നമുക്ക് കലുങ്കലുണ്ട്, പക്ഷെ കലുങ്ക ക്ലീൻ ആവാതിരിക്കുന്നതുകൊണ്ട് വെള്ളം പോകുന്നില്ല. രണ്ടാമത്തെ ക്ലീൻ ആക്കാനുള്ള ഒരു നടപടി അങ്ങ് ജാങ്കർ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ ചില സ്ഥലം പുറകെ കൊടുക്കുക. നമ്മുടെ വണ്ടി വരത്തില്ലെന്നാ പറയുന്നത് JCB ജങ്കാർ. അപ്പൊ വരുവാണെങ്കിൽ ഞാൻ ചില സ്ഥലമാണല്ലോ കോരിയെടുക്കാൻ വേണ്ടി ഞാൻ എന്റെ സ്ഥലം വെച്ചിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഗവൺമെന്റ് കൊടുക്കാം. പക്ഷെ എനിക്ക് കെട്ടിത്തരണം. പിന്നെ അടിച്ചിട്ടാ പിന്നെ ഈ മൊത്തം അടിച്ചു പോകും. കെട്ടിത്തന്നാൽ മതി. എന്തൊരു ജലസേന വകുപ്പോട്ട് പരിചയപ്പെട്ട് പറഞ്ഞ് ഒരു നടപടി അത് ചെയ്യണം. കാരണം മടുത്തു. എല്ലാ പ്രാവശ്യവും സംഭവിക്കുക അല്ലേ? പിന്നെ ചെരുപ്പ് എവിടെയാണ്? ഇങ്ങോട്ട് കയറി അങ്ങോട്ട് കയറി ഒന്നിച്ചു പോകും. ചെരുപ്പിട്ടെ. എനിക്ക് ഡോക്ടറെ ഈ കാലൊക്കെ മുറിവാണ്. മുറിവ് അങ്ങോട്ട് ടെക്നസ് കൊടുക്കണം. പിന്നെ അവിടെയാണ്. ആ ഹാ ഹാ അതെ അതെ. ആ അതെല്ലാം പോയാ വെള്ളത്തിൽ കൂടെ പോയാ വണ്ടിയുടെ ഫ്രണ്ട് വശം ഒരു നമ്പർ പ്ലേറ്റ് മണർകാട്ട് 4 മണിക്കാറ്റ് കിടക്കുന്നുണ്ടേ. കിട്ടിയ നടപടി സ്വീകരിക്കണം. തീർച്ചയായിട്ടും ചെയ്തു തരണം. എന്നാലേ സന്തോഷമുള്ളൂ കേട്ടോ. പിന്നെ ജോളി നമ്മുടെ വീട്ടിൽ നമ്മുടെ സാറിന്റെ അടുക്കലല്ലേ ഓർമ്മയുണ്ടത്? അതല്ലേ നമ്മുടെ മന്ദിരത്തിലല്ലേ? നീ എങ്ങോട്ടാ പോന്നെ? ആരുകൊണ്ടൊന്ന് കാണിക്കുമോ? ഞാൻ ഒന്ന് കാണിക്കാൻ പോകും. അല്ല ഒന്ന് പാറാട്ട് പോണോ? അല്ല, മറ്റടുത്ത് പോകുന്നില്ലേ? പോകുമ്പോ മതി. അവിടെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ നേരത്തെ കാലത്താതി പോകുന്നുണ്ട്. അവിടെ മതി. പോകുന്നുണ്ടല്ലോ. ഒരുപാട് അനുഗ്രഹിക്കട്ടെ മോനെ. ആയുർവേദമാണ്. നാളുണ്ട് ആയുർവേദം പുതുപ്പള്ളി ഹൈസ്കൂള്. പള്ളിയുടെ അവിടെ ക്യാമ്പുണ്ട്. പള്ളിയുടെ അവിടെ ഉണ്ട്. പള്ളിയുടെ റൂട്ട് അനുസരിച്ചാണ്. ഓ ഇപ്പം രാജി ഇവിടെ ഹൈസ്കൂളുണ്ടോ? ഗിരീശൻ വരുന്നില്ലോ? ഗിരീശൻ വണ്ടി വരുന്നില്ല. അത്ര ഒന്നുണ്ട. സ്കൂളിലോട്ടെ